റിപ്പോർട്ട് ബ്രേക്കിംഗ്. തലസ്ഥാനത്തെ ഞെട്ടിച്ച ലോൺ ആപ്പ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തട്ടിപ്പ് സംഘം കേരളത്തിലെത്തിയത് ജൂൺ മാസത്തിൽ. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി ചൌധരി ആകാശദീപിന്റെ പേരിലാണ് വാടക കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ക്യാബുകളിൽ ഓഫീസിൽ ഒരുമിച്ചെത്തി രാവിലെ മടങ്ങിപ്പോകുന്നതായിരുന്നു രീതി. സ്ത്രീകളടക്കം വലിയ സംഘമാണ് ശ്രീകാര്യം ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതിലാണിപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം? റോഷ്നി, ഈ സംഘം കേരളത്തിലെത്തുന്നത് ജൂൺ മാസമാണ്. സംസ്ഥാനത്തെ തന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകാര്യം ഈ പാലാഴി ഹോംസിന്റെ തൊട്ട് മുൻപിലാണ്. ഇവരുടെ ഈ രണ്ടാമത്തെ ഫ്ലാറ്റ്, അതായത് ശ്രീധർ കോ ഇൻവോടെക് എന്ന് പറയുന്ന LLP, ഈ കമ്പനിയുടെ പേരിലാണ് ഇവർ കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ജൂൺ മാസം 4-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാലാഴി ഹോംസിന്റെ ഓണർമാരുമായി ബന്ധപ്പെട്ട് ഈ ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തി നേരിട്ട് തന്നെയാണ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ മുന്നോട്ട് പോയത്. 27-ാം തീയതി കരാർ തയ്യാറാക്കി കേവലം 2 ആഴ്ച കൊണ്ട് തന്നെ ഓഫീസിന്റെ ബന്ധപ്പെട്ടുള്ള പണികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 46 ക്യാബിനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 46 ക്യാബിൻ തയ്യാറാക്കുക മാത്രമല്ല, ഇന്റീരിയർ അടക്കം തയ്യാറാക്കി അതിവേഗത്തിലാണ് ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫുകളും ജോലി ചെയ്തിരുന്നത് രാത്രികാലങ്ങളിൽ മാത്രമാണ്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിലൂടെ കേബിലൂടെ മാത്രമാണ് ഇവർ വന്നു പോകുന്നത്. ഈ ഉടമ്പടിയിൽ തന്നെ പ്രധാനമായും സൂചിപ്പിക്കുന്നത്, ഈ ഉടമകളുമായി പങ്കുവച്ച ഒരു കാര്യം, ഇവർക്ക് പാർക്കിങ്ങിന്റെ ഫെസിലിറ്റി ഒന്നും തന്നെ വേണ്ട എന്ന് നേരത്തെ തന്നെ പാലാഴി ഹോംസിനോട് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, രാത്രികാലങ്ങളിൽ കേബിൽ വന്ന് അതിനുശേഷം പുലർച്ചെ വരെയാണ് ഇവർ പണിയെടുക്കുക. ഈ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷമാണ് ഇവർ രണ്ടാമത്തെ ഫ്ലോറിൽ പോയി പണിയെടുക്കുന്നത്. ഇതിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഗുജറാത്ത് സ്വദേശികൾക്ക് അപ്പുറം തന്നെ ഈ ഓഫീസിൽ വച്ചിട്ടുള്ള മുഴുവൻ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോകളാണ് ഓഫീസിന് മുഴുവൻ വച്ചിരുന്നത്. ഇതിൽ തന്നെ ചില സംശയങ്ങൾ തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു IT കമ്പനിയുടെ പേരിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നിസ്സാരമല്ല. കാരണം 2024 കൊച്ചി രജിസ്റ്റർ ചെയ്ത ഒരു LLPയുടെ പേരിൽ ഈ കമ്പനി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതും ഈ കരാറിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാലാഴി ഹോംസിന്റെ ഈ ഉടമകൾക്ക് സംശയമൊന്നും തന്നെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ തട്ടിപ്പ് സംഘത്തിൽ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ 18ഓളം വരുന്ന പ്രതികളെയാണ് പിടികൂടിയിരിക്കുന്നത്. അതിലും ഈ പോലീസ് ഇവിടെ എത്തുന്നത് തന്നെ ഈ സംഘവുമായി ബന്ധപ്പെട്ട്, അതായത് ദിവസങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിന് പേരിൽ. ജൂൺ മാസം 27-ന് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ അടുത്ത ജൂലൈ മാസം 27 ആകുമ്പോഴേക്കും പോലീസ് ഇവരെ പിടികൂടുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നടന്ന നിരീക്ഷണത്തിലാണ്, ലഹരി ഇടപാടുമായി നടന്നിട്ടുള്ള പരിശോധനയിലാണ് ഈ സംഘത്തിന് നേർക്ക് പോലീസിനൊരു സംശയമുണ്ടാകുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. കാരണം ഇവർ പുലർച്ചയോടുകൂടി തന്നെ ഈ സ്ഥാപനം വിട്ട് ഈ നഗരത്തിൽ നിന്നും മടങ്ങുന്ന ഒരു പതിവുണ്ട്. ഇവർ എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ ശ്രീധർ കോ ഇൻവോടെക് എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയാണ്. ആകാശ് ദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, തകോപ്പർ എന്ന് പറയുന്ന കപിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് മുൻപാണ് പോലീസ് എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടികൂടിയിരിക്കുന്നത്. ഈ കപിലും ഈ കരാറിൽ സാക്ഷിയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. 3 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഈ ജൂൺ മാസം 4-ാം തീയതി മുതൽ 2029 വരെ 3 വർഷത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കരാർ ഉടമ്പടിയുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ് എന്തായാലും ഉടമ്പടിയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ഒരു വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു ഉടമ്പടി തയ്യാറാക്കുന്നു. അതിൽ തന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒരു കമ്പനിയെ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൊച്ചിയിൽ തന്നെ ഒരു യോഗത്തിൽ പെർമിറ്റ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിൽ തന്നെയാണ് ഇവിടെ കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ 46 ക്യാബിനുകളിൽ കമ്പ്യൂട്ടറുകൾ സഹിതം വച്ചുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിലാണ് വിദേശ പൗരന്മാരെ ലക്ഷ്യമിട്ടാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ ഇരകളും അമേരിക്ക അടക്കമുള്ള യൂറോപ്പ് അടക്കമുള്ള പൗരന്മാരെ നോട്ടം വിട്ടുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് രംഗത്തെത്തിയപ്പോഴാണ് രാത്രികാലങ്ങളിലാണ് ഇവരെ സഞ്ചാരമെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. കാരണം പകലൊന്നും തന്നെ ഇവരുടെ കേബുകളിൽ ഇവർ വന്നൊന്നും പോകുന്നില്ല. തൊട്ടടുത്തുള്ള അയൽവാസികൾ അടക്കമുള്ളവരും പങ്കുവച്ചത് രാത്രികാലങ്ങളിൽ
സമയങ്ങളിൽ ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതായി കാണാം. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമായിരുന്നില്ല. ലഹരിയാണോ അല്ല മറ്റ് ഓൺലൈൻ തട്ടിപ്പാണോ എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്തായാലും കരാർ ഉടമ്പടി പ്രകാരം പാലായി ഹോംസ് കണ്ണും പൂട്ടി ഈ സ്ഥാപനത്തിന്റെ 2ാം ഫ്ലോർ ഇവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്തായാലും അത് പ്രകാരമാണ് കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ DCP ദീപക് ധൻകർ അടക്കമുള്ളവർ നേരിട്ടെത്തി സംഭവ സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തി വരുന്നു. കാരണം ഈ 50-ലധികം വരുന്ന കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ വിദഗ്ധന്മാരടക്കം കമ്പ്യൂട്ടർ പരിശോധിച്ചു വരികയാണ്. ഈ കമ്പ്യൂട്ടറിലെ IP അഡ്രസ് അടക്കം എടുത്ത് പരിശോധിച്ച് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, കോടികളുടെ തട്ടിപ്പ് ആരൊക്കെയാണ് ഇരയായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഭാഗത്താണ് വാഹനം നിർത്തിയതിനു ശേഷം ഈ സംഘം ഇതിനുള്ളിലേക്ക് പോകുന്നത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടതിന് ശേഷമാണ് ഈ പുലർച്ചെ വരെ ഈ സംഘം പണിയെടുക്കുന്നത്. പക്ഷേ ഇവരെ പകലൊന്നും തന്നെ കാണാൻ കഴിയില്ല. ഈ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഡാൻസ് ഓഫ് സംഘം ഇന്നു രാവിലെ ഇവിടെ എത്തി ഈ പ്രതികളെ പിടികൂടുന്നത്. കമ്പ്യൂട്ടറൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പോലീസ് അറിയുന്നതും. തുടർന്ന് മെഡിക്കൽ കോളേജ് തന്നെ ശ്രീകാര്യം അടക്കമുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. DCP അടക്കമുള്ളവർ നേരിട്ടെത്തി ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പ്രതികളെ ഇനി പിടികൂടാനുണ്ട്. കാരണം 46 ക്യാബിൻ എന്ന് പറയുമ്പോൾ മുഴുവൻ സ്റ്റാഫുകളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ തന്നെ ഒരു സ്ത്രീകളെ പോലും പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കബീർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതി എയർപോർട്ട് മാർഗം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തൊട്ട് മുൻപാണ് അയാളെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചു വരികയാണ്. എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ടും റോഷിനി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ലോണാപ്പ് തട്ടിപ്പിന് ഇരയായിട്ടുള്ള പല മലയാളികളുമുണ്ട്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ കേസുകളിലൊക്കെ പല രാജ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നൈജീരിയ അതുപോലെ തന്നെ കംബോഡിയ അടക്കമുള്ള പല രാജ്യങ്ങളിലായിട്ടാണ് ഈ ശൃംഖല വിപുലമായി നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്ത് ഇവിടെ എത്തിക്കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സംഘം, ഉത്തരേന്ത്യൻ സംഘം ഇവിടെ എത്തി ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കണ്ണികളെല്ലാം തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. റോഷ്നി. യെസ്, അരുൺ സോളമനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇരുട്ടിന്റെ മറവിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതും ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്.